വടകരയിലെ വിവാദമായ കാഫിർ പരാമർശമുള്ള സ്ക്രീൻഷോട്ടിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റ്യാടി മുൻ എം.എൽ.എ. കെ ലതികയുടെ മൊഴിയെടുത്തു. 2 ദിവസം മുൻപ് വടകര SHOയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുത്തത്. വിവാദ സ്ക്രീൻഷോട്ട് കെ ലതിക ഷെയർ ചെയ്തിരുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ ഇത്തരം പരാമർശമുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇതൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക, ഇതൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വടകരയിലെ രാഷ്ട്രീയ ചർച്ച കൂടിയാണ്. അതിലെന്തൊക്കെയാണ് പുതുതായി നടന്നത്? മുൻ MLA എന്താണ് പോലീസിനോട് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന മൊഴി? വിജയകുമാർ, തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് വലിയ രീതിയിലുള്ള വർഗീയ പരാമർശം നിലനിൽക്കുന്ന ഒരു പോസ്റ്റ് പ്രചരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലായിരുന്നു ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തു. കാഫിറായ സ്ത്രീക്ക് വോട്ട് ചെയ്ത് എന്നായിരുന്നു അതിൽ അഭ്യർത്ഥന. അത് വന്നതാവട്ടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ടുള്ള യൂത്ത് ലീഗ് പ്രവർത്തകനായിട്ടുള്ള കാസിമിന്റെ പേരിലുമാണ്. ഇതാണ് വലിയ രീതിയിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം LDF ആണ് പോലീസിൽ പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തു. അതിന് പിന്നാലെ ഇത് UDFന്റെ ഭാഗത്തു നിന്നല്ല, ലീഗിന്റെ പ്രവർത്തകരല്ല ഇത്തരം പ്രവൃത്തി ചെയ്തത് എന്ന് വിശദീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് UDFും പരാതി നൽകി. അതിലും പോലീസ് കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണ സംഭവങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം വിളിച്ച ആ വേളയിലും സർവകക്ഷി യോഗവുമായി കൊണ്ടൊക്കെ തങ്ങൾ എല്ലാ അർത്ഥത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ആരാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തിയത് എന്ന് അത് സത്യസന്ധമായി അതിൻ്റെ കുറ്റക്കാരെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. ഒപ്പം തന്നെ ഈ കാസിമിന്റെ ഫോണ് പോലീസിന് നൽകിയിരുന്നു. 2 തവണ പോലീസിന് അത് സറണ്ടർ ചെയ്യുകയും വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ കാസിമിന്റെ ഫോണിൽ നിന്ന് അത്തരം ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. അത്തരമൊരു റൈറ്റപ്പ് തയ്യാറാക്കിയതായിട്ട് ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി ഉണ്ടാകുന്നില്ല എങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് UDF. പ്രത്യേകിച്ചും K മുരളീധരൻ MP ഇന്ന് വടകരയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ടല്ലോ. അത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിലേക്ക് നീളാവുന്ന എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ കെ ലതികയുടെ മൊഴിയെടുക്കുന്നു, അവരിത് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴും ഈ വിവാദ വർഗീയ പരാമർശമുള്ള ഈ സ്ക്രീൻഷോട്ടിനെ പറ്റി കേരള പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് പോലീസിനും നാണക്കേടാണല്ലോ. 15 പേരെയാണ് ഇതിനോടകം തന്നെ വടകര SHOയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ ലതികയുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ ഫോണിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് കെ ലതിക. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുൻ കുറ്റ്യാടി MLAയുടെ ഫോൺ അതുപോലെ തന്നെ അവരെ വിശദമായിട്ടുകൊണ്ട് മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അവരുടെ വീട്ടിലെത്തിക്കൊണ്ടാണ് SHOയും സംഘവും മൊഴിയെടുത്തത്. 1 മണിക്കൂറിലേറെ നീണ്ട മൊഴിയെടുപ്പാണ് ഉണ്ടായത്. ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില തെളിവുകൾ, ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള വടകര SHO പറയുന്നത്. അതായത് ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം ഇത് വളരെ ആസൂത്രിതമായിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. അത് ബോധപൂർവം സൃഷ്ടിക്കുകയും അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരു മതത്തിന്റെ ആളായി ചിത്രീകരിക്കുന്നു. മറ്റേ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജ ടീച്ചറെ മറ്റൊരു തരത്തിലും അത് വ്യാഖ്യാനിക്കുന്നു. ആ വിധത്തിൽ അത് ബോധപൂർവം ചിലർ നടത്തിയിട്ടുള്ള പരാമർശമാണ് എന്ന് ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. അത് ഏത് ഫോണിൽ നിന്നാണ് വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോലീസിന് അതിന്റെ ഉറവിടം സംബന്ധിച്ച സൂചനകൾ കാര്യമായില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാവുന്നത്. വിവാദ സ്ക്രീൻഷോട്ട് നേരത്തെ കെ ലതിക ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുൻ MLAയുടെ മൊഴി വിശദമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.